അതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ ജയേന്ദ്രനും ശ്രീ അനിൽകുമാറും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അവർ മത്സരിക്കുന്നത് കാണ്ടാമൃഗത്തോടാണ്. ആ കാണ്ടാമൃഗം മറുപടി പറയേണ്ട അവസ്ഥയുണ്ടാവും. കാരണം BJP പരാജയപ്പെട്ടതിന് ശേഷം പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ശിവരാജനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്താൽ അല്പമെങ്കിലും ഉളുപ്പെന്നാണോ ഉണ്ടെങ്കിൽ TP ജയേന്ദ്രൻ പറയില്ലായിരുന്നു. പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തവർ അപമാനിച്ച് പറഞ്ഞ അനിൽകുമാറിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹവും പറയില്ലായിരുന്നു. പണ്ടൊരിക്കൽ ഇദ്ദേഹം പോയിട്ട് ബുർക്കയിട്ട സ്ത്രീകളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ വെല്ലുവിളിക്കാം. ഷാനി അത് അംഗീകരിക്കാൻ പറ്റില്ല. ഷാനി അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ചർച്ചയല്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയാത്ത കാര്യം അല്ലല്ല. ഷാനി അത് അംഗീകരിക്കാനാവില്ല. ഷാനിയെ ചലഞ്ച് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അല്ലല്ല അങ്ങനെ കേൾപ്പിക്കാൻ സൗകര്യപ്പെടുകയല്ല. അത് ഞാൻ സൗകര്യപ്പെടുകയല്ല. ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ന്യായീകരിക്കാൻ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. വേണ്ട, ആ കളിയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പറയാത്തൊരാള് പറഞ്ഞു കളവ് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. മിനിമം മര്യാദ കൊണ്ടാണ്. നമുക്ക് മറ്റൊരാൾ പറയുന്നത് തടസ്സപ്പെടുത്താൻ പറ്റില്ല. എന്താണെങ്കിലും താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ ശ്രീ രാജു പി നായർ നേരത്തെ സിദ്ധരാമയ്യയെ കുറിച്ച് താങ്കൾ വിശേഷിപ്പിച്ച വാക്കുകൾ കേട്ടിരുന്നത്. അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ. ശ്രീ രാജു പി നായർ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെ വ്യത്യാസമുണ്ട്. അനിൽകുമാറെ അവിടെ വ്യത്യാസമുണ്ട്. ഞാൻ പറയാത്തൊരു കാര്യം അതെ ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് അപ്പോൾ തന്നെ മറുപടി പറയാം. പറഞ്ഞ ശേഷം നിങ്ങൾ മര്യാദയില്ലാതെ വർത്താനം പറഞ്ഞോളൂ. നിങ്ങളല്ലേ മര്യാദയില്ലാത്ത നുണ പറയുന്നത്. നിങ്ങളല്ലേ മര്യാദയില്ലാത്ത നുണ പറയുന്നത്. നിങ്ങളല്ലേ മര്യാദയില്ലാത്ത നുണ പറയുന്നത്. നിലപാട് അല്ല നിലപാടൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ഇന്ന് പറയുന്നില്ലേ ബാലകളുടെ പോയിട്ട് ഭീഷണിക്ക് വേണമെങ്കിൽ ഓടി ഒളിച്ചപ്പോൾ കർണാടകയിൽ മംഗലാപുരത്ത് ഞാൻ സംരക്ഷണം തരാം, നിങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ ഞാൻ സംരക്ഷണം തരാം എന്ന് പറഞ്ഞ് വിളിത്തിരുത്തി പ്രസംഗിപ്പിച്ചവരാണ് സിദ്ധരാമയ്യ. നാണം കെട്ട വർത്തമാനം. നിങ്ങൾ പ്രളയത്തിന്റെ പേരിൽ കൈയിട്ട് വാരി തിന്നു. ഇന്ന് വയനാട് ആവശ്യം പുറത്തുനിന്ന് സഹായം വരരുത്. പുറത്തുനിന്ന് സഹായം വരാതെ അവിടെ ഈ പ്രവർത്തനം നടത്തി കോടികളുടെ കള്ളത്തരം കാണിക്കണം. പാവപ്പെട്ട മനുഷ്യരുടെ ദുരന്തത്തെ ആഘോഷിക്കപ്പെടുന്ന നീചനായ പിണറായി വിജയൻ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ 100 വീട് കൊടുക്കാം, ട്വീറ്റ് ചെയ്തു. മാനവും മര്യാദയുണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ? എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തു. ഏത് സ്ഥലം? കേസിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തു. പാവപ്പെട്ട മനുഷ്യരെ വെച്ച് കള്ളത്തരം കാണിക്കാൻ അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? നിങ്ങൾക്ക് എന്നിട്ട് സിദ്ധരാമയ്യെ തെറി പറയണം അല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങൾ പോയി കാല് പിടിച്ചിട്ടല്ലോ. അവിടെ ഒന്ന് പറഞ്ഞല്ലേ 100 വീട് ഞങ്ങൾ പണിതു തരാം. എന്നിട്ട് അവരേക്ക ഷാനി പ്രശ്നം അറിയോ? സിദ്ധരാമയ്യ വിചാരിച്ചു ഈ ഒരു നാട് മുഴുവൻ ദുരിതത്തിലായപ്പോ അതിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമുള്ള സർക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. 3 മാസം 4 മാസം കഴിഞ്ഞു. അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക. ഏത് സിദ്ധരാമയ്യെ? അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണയിൽ നിന്നിട്ടാണ് വലിയ ഗീർവാണം പിടിച്ചത് RSSന്റെ തീണ്മ നിറങ്ങുന്ന വർഗീയവാദി പിണറായി വിജയൻ അല്ലെ? ആ മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചത് സിദ്ധരാമയ്യയുടെ സുരക്ഷയില. എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാണം കെട്ടവനാണല്ലേ? അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണല്ലേ? വർഗവഞ്ചകൻ പിണറായി വിജയൻ. വയനാടിലെ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഈ ലോകത്തെ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിശേഷിപ്പിക്കുന്നത്. നേരത്തെ വഞ്ചകൻ എന്ന് അദ്ദേഹം വിളിച്ചെങ്കിൽ താങ്കളും ഇപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് വിശേഷിപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ ഈ പ്രതിപക്ഷം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്.
വയനാട് സമരം നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ജഷീർ പള്ളിവേലും അതുപോലെ തന്നെ അമൽ ജയനും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ തല്ലി തന്നത് എങ്ങനെയാ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്തത്? കർണാടക സർക്കാർ 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല. ആ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാന്ന് പറയുന്നു. ഒരു മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിക്ക് ഈ നാടിൽ അനുഭവിക്കുന്ന ഇത്രയും വലിയ വിഷയം ഉന്നയിച്ചൊരു കത്ത് കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറല്ല. നോക്കൂ, രാഹുൽ ഗാന്ധി കത്തയച്ചു. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി കത്ത് കൊടുത്തു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, കത്ത് കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്. ഒരു മറുപടി ഈ സർക്കാർ അയച്ചോ? ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? കേരളത്തിന് CMDRF-ൽ 1700 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുക. എന്തിനാ? സ്വന്തം MLA-മാരുടെ മക്കൾ മരിച്ചു പോകുമ്പോ മക്കളുടെ കടം തീർക്കാനാണോ? 7 കോടി രൂപയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി 645 കോടി രൂപ ജനങ്ങൾ സഹായം കൊടുത്തിട്ട് 7 കോടി രൂപ മാത്രം ചെലവാക്കിയതിനു ശേഷം കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഗവൺമെന്റാ. അവിടെ ചെറുകിട വ്യാപാരികളുടെ സ്റ്റോക്ക് ഒലിച്ചുപോയവർ, കന്നുകാലികൾ നഷ്ടപ്പെട്ടവർ, തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർ, കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർ, ജീവിക്കാൻ വകയില്ലാതെ നടക്കുന്നവരുണ്ട്. കേന്ദ്രവും കേരളവും കൂടി പരസ്പരം കണക്കിന്റെ കളി പറഞ്ഞിരിക്കുമ്പോൾ പണം കയ്യിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ലിറ്റിഗേഷനിലുള്ള ഭൂമി, ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ്. റവന്യൂ വകുപ്പ് അവിടെ ആ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൃഷിയിടങ്ങളിൽ ഇന്ന് പ്രൊഡ്യൂസ് അവരുടെ കൃഷി അവിടെ കിടക്കുന്ന ഫലങ്ങൾ എടുക്കാൻ പോലും പാസ് കൊടുക്കാത്തൊരു ഗവൺമെന്റ്, 10,000 രൂപയുടെ അടിയന്തര സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ്, ഇല്ലേ, ചികിത്സാ സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെ ജനരോഷം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സംഘടനാ പ്രശ്നത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നിടത്തുകൊണ്ട് പ്രതിപക്ഷത്ത് ഐക്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാനതാ സൂചിപ്പിച്ചത്, നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല, ഞാനും ഷാനി ഉൾപ്പെടെ വന്നിരുന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ജനങ്ങളുടെ വിഷയങ്ങളെന്ന് പാലക്കാട് തെളിയിച്ചു. പാലക്കാട് ജനങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ. നമ്മൾ വിവാദങ്ങളല്ലേ ചർച്ച ചെയ്തത്. പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയാമായിരുന്നു. ഷാനി, ഇത് സിദ്ധരാമയ്യയുടെ കത്തിന്റെ വിഷയം മാത്രമല്ല. എന്താ അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം 645 കോടി രൂപ വയനാടിനെ സഹായിക്കാൻ വേണ്ടി മാത്രം ലഭിച്ചിട്ടുണ്ട്. നാളിതുവരെ 7.5 കോടി രൂപയാണ് അതിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത്. 4 മാസം കഴിഞ്ഞു. ആ മനുഷ്യർക്ക് സഹായം എത്തിക്കാനുള്ള ബാധ്യത, പണം പ്രശ്നമല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവിതം നഷ്ടപ്പെട്ട ചെറുകിട ഒരു പാക്കേജ് ഉണ്ടാക്കി പണം കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ആരുടെ അനുമതി വേണം? പണം ഇല്ലാഞ്ഞിട്ടല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വരട്ടെ. ഞാൻ വരട്ടെ. പക്ഷേ സിദ്ധരാമയ്യെ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് ആ സഹായം മുടക്കാൻ വേണ്ടിയാ. കാരണം അറിയോ, ഒരു ദുരന്ത പ്രദേശത്ത് കഴുകനെ പോലെ നടക്കുകയാണ് CPM പിണറായി വിജയനും. അവിടെ ഉണ്ടാക്കുന്ന വീടുകളുടെ പേരിൽ കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തണം. ഇദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് സിദ്ധരാമയ്യ വിജയിച്ചു കാണില്ല. 72 ദിവസം ഒരു മനുഷ്യന് വേണ്ടി തെരച്ചിൽ നടത്തിയ മുഖ്യമന്ത്രിയാണ് ഇയാൾ വഞ്ചകൻ എന്ന് വിളിക്കുന്നത്. ആരെ? 47 പേര് ഔദ്യോഗികമായിട്ട് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ 15 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ നടത്തവൻ വഞ്ചകൻ ആരാ? പിണറായി വിജയനോ സിദ്ധരാമയ്യോ? വഞ്ചകൻ. ഈ പേരിൽ കള്ളക്കച്ചവടം നടത്താൻ വേണ്ടി നടക്കുന്ന CPM, പ്രളയ ഫണ്ടിൽ കൈയിട്ട് വാരിയ പോലെ കള്ളത്തരം കാണിക്കാൻ നടക്കുന്ന CPM-ന്റെ സാമ്പത്തിക താല്പര്യം മാത്രമാണ് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ നിൽക്കുന്നത്.